സമയം 4:30 ആയിട്ടുണ്ട്. കറക്റ്റ് 4:30 അല്ല, ഒരു 4:15 ആയിരുന്നു. അപ്പം ഇന്നലെ രാത്രി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. അത് ഏകദേശം ഒരു 9:30 ആയി. അതുകൊണ്ട് തന്നെ അലാറംസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു. സോ അതുകൊണ്ട് തന്നെ ഇന്നലെ പഠിക്കാൻ പറ്റാത്തതും ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പാലിൽ പോയി ഫ്രഷ് ആയിട്ട് വരാം. പണ്ടെന്ന് വെച്ചാൽ ഭയങ്കര പണ്ടൊന്നുമല്ല, ഒരു 2-3 വർഷമൊക്കെ മുമ്പൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പാടെ പോയി മുഖം കഴുകുന്നതും പല്ല് തേക്കുന്നതും എൻ്റെ ഒരു ടൈപ്പ് അല്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഡയറക്റ്റ് ആയിട്ട് പോയിരുന്നു പഠിക്കുക, അതായിരുന്നു ഒരു ശീലം. പക്ഷേ ഒരിടയ്ക്ക് വെച്ചിട്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പഠിക്കാൻ വേണ്ടി ഇരുന്ന് തുടങ്ങിയത്. അപ്പം രണ്ടിൻ്റെയും ഡിഫറൻസ് നല്ലപോലെ മനസ്സിലായി തുടങ്ങി. അതിനുശേഷം പിന്നെ എന്നും രാവിലെ എഴുന്നേറ്റ് ആദ്യം പോയി ഫ്രഷ് ആവും, എന്നിട്ടേ വന്ന് പഠിക്കത്തുള്ളൂ. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴീ പേരിൽ പറയുന്ന പോലെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് തന്നെ ആയിരിക്കും. അപ്പോൾ വായ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം. ഇന്നലെ ഇതാ സർജറി മാരോയിൽ വീഡിയോ കണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോയത്. ഈ ഒരു പോർഷൻ കണ്ടായപ്പോഴാണ് ഉറങ്ങിപ്പോയത്. രാവിലെ അമ്മയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അമ്മ വന്നിട്ടാണ് ടാബ് ഓഫാക്കി വെച്ചതെന്നൊക്കെ. പക്ഷെ ഇന്നലെ ഉറങ്ങിയതിന് ഒരു റിഗ്രറ്റും ഇല്ല കേട്ടോ. നല്ല സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റി. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും സുഖമായിട്ട് ഉറങ്ങിയതും. പിറ്റേ ദിവസം, അതായത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പോലും നല്ല ഫ്രഷ് ആയിട്ടായിരുന്നു ഇരുന്നത്. അതായത് ഉറക്കക്ഷീണോ വേറെ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ഉറക്കമായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ എല്ലാത്തിനുമായിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൈൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇന്ന് ആലോചിച്ച് രാവിലെ തന്നെ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാത്തൊരു വീഡിയോ കാണണം. കാരണം ഞാൻ കുറേ നാളായി ഈ ബ്രസ്റ്റ് എന്ന് പറഞ്ഞ് ഈ ടോപ്പിക്കും വെച്ചിട്ട് ഇരിക്കാൻ തുടങ്ങി. ഇതുവരെയ്ക്കും തീരുന്നില്ല. 1-2 ആഴ്ചയെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും എനിക്കത് തീർത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് തന്നെ ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ ഓർത്തിട്ട് ഞാൻ മാരോയിൽ സർജറിയുടെ വീഡിയോസാണ് ആദ്യം കാണുന്നത്. സർജറി സാറിൻ്റെ വീഡിയോസൊക്കെ അടിപൊളിയാണ്. ഭയങ്കര രസമാണ് സാർ ഓരോ ക്ലാസ്സും പറഞ്ഞു തരുന്നത്. നല്ലപോലെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാറിൻ്റെ വീഡിയോസ് തന്നെ മതി. പിന്നെ എനിക്ക് സർജറി പേഴ്സണലി നോട്ട്സ് എഴുതി പഠിക്കുന്നതാണ് ബെസ്റ്റ് എന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് നല്ല രീതിയിൽ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ആ ഒരു സമയത്ത് കിട്ടിയ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എഴുതാൻ അറിയത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതിനുവേണ്ടി ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്ത്, അതായത് നോട്ടൊക്കെ എഴുതി ഹെഡിങ് ആയിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു നോട്ട്സ് ആയിട്ട് അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് അത് എക്സാമിൻ്റെ സമയത്തൊന്ന് നോക്കിയിട്ട് പോയാലേ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്നെപ്പോലെയുള്ള കുട്ടികൾ കുറേ പേര് കാണും. അതായത് നമുക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ ഒരു എക്സാമിന് എഴുതേണ്ട ആ ഒരു ടൈമിൽ പറ്റത്തില്ല അല്ലെങ്കിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ അതാണ് സർജറിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ ടൈമും കാര്യങ്ങളും അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോസ് കണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചത് മനസ്സിലാക്കി പിന്നെ നോട്ട്സ് എഴുതുന്നത് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ എഫോർട്ട് ഇട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പം മാരോ വീഡിയോസ് നോക്കുമ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് കൺസെപ്റ്റും കാര്യങ്ങളും നല്ലപോലെ മനസ്സിലാക്കും. പക്ഷേ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ അത് മാത്രം എഴുതി നമുക്ക് മാർക്ക് കിട്ടത്തില്ല. എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ കുറേ പോയിന്റ്സും അതുപോലെ തന്നെ നല്ല രീതിയിൽ കുറേ ഹെഡിങ്സ് ഒക്കെ വെച്ചിട്ട് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ സർജറിയിലെ ഏറ്റവും നല്ല ബുക്കാണ്, അതായത് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കാണ് ബെയ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ബെയ്ലിയിൽ നമുക്ക് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് കൺസെപ്റ്റ് കിട്ടും. പക്ഷെ നമ്മളൊരു എക്സാമിന് എഴുതുന്ന പോലെ ഹെഡിങ് ആയിട്ടോ അല്ലെങ്കിൽ പോയിന്റ് ആയിട്ടോ ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ എനിക്കിപ്പോൾ സൈക്കാട്രിയിലാട്ടോ പോസ്റ്റിംഗ് ഉള്ളത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അധികം വർക്ക് ലോഡും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ മെഡിസിൻ, സർജറി പോലുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ ഓർത്തിട്ടായിരിക്കുന്നത്. കാരണം 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് സെക്ഷനിലാണ്. പീഡിയാട്രിക്സിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ടോപ്പിക്സ് ഒക്കെ അപ്പം അവിടെ നിന്ന് പീഡിയാട്രിക്സ് നോക്കി. മെഡിസിൻ, സർജറി ഒക്കെ എൻ്റെ സെക്ഷണൽ എക്സാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അന്ന് നോക്കാൻ വേണ്ടി സമയം ഉണ്ടാവില്ല.
അപ്പോൾ കുറച്ച് ഇപ്പം നോക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ ഒരു ടൈമിൽ നോക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും നേരം വെയിലായിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഇതാ മഴയൊക്കെ വന്നു കേട്ടോ. ഞാൻ രാവിലെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കിനി 8 മണിക്ക് ക്ലാസ് ഉണ്ട്. അതിന്റെ ഇടയിൽ എനിക്കിനി ഫുഡ് കഴിക്കണം, ബാഗ് പാക്ക് ചെയ്യണം, ഫ്രഷ് ആവണം, റെഡി ആവണം, അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാഗ് ഒന്നിച്ച് പാക്ക് ചെയ്യാം. പൊതുവെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിരിക്കും കൊണ്ടുപോകുന്ന സാധനങ്ങളും. ഇപ്പൊ സൈക്കാട്രിയിൽ മെയിനായിട്ട് ലോഗ് ബുക്ക് എടുക്കണം, ഡെയിലി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ടാബ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പം അതും എടുത്തു. പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ കേസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടി ഒരു ചെറിയ നോട്ട്ബുക്കും, അതല്ലാണ്ട് ഒരു ചെറിയ റഫ് ബുക്കും എടുത്തിട്ടുണ്ട്. പിന്നെ പൗച്ചിൽ മെയിനായിട്ടും അല്ലറ ചില്ലറ സാധനങ്ങൾ, അതായത് പേന, കളർ പെൻസിൽ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ അടുത്ത് സ്റ്റെത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇയർപോഡ്, അതുകൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റെഡിയാകൽ പരിപാടി, കാര്യമായിട്ടൊന്നുമില്ല. മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും, പിന്നെ വല്ലപ്പോഴും കണ്ണെഴുതും, പിന്നെ അതിനുശേഷം ഐബ്രോയും കൂടെ ഫില്ല് ചെയ്തു, പിന്നെ മുടിയും കൂടെ കെട്ടിയതിനു ശേഷം സംഭവം റെഡി. അങ്ങനെ ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ട്, അത് ഞാൻ ഫുഡ് കഴിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പം ഫുഡ് ഇതാ എന്നത്തെ പോലെ ഓട്സും മുട്ടയും അതൊക്കെ തന്നെയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലിപ്സ്റ്റിക്കും കൂടെ ഇടാമെന്ന് വെച്ചു, കാരണം അതെനിക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം അതും കൂടെ ഇട്ടതിന് ശേഷം മൊത്തത്തിൽ റെഡിയായി. ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് കോളേജിൽ പോകാൻ വേണ്ടി പോവാണ്. പിന്നെ കോളേജിലുള്ള ഷോട്ടും കാര്യങ്ങളും അധികമായിട്ടില്ല കേട്ടോ, കുറച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കോളേജ് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പൊ നമുക്കിനി കുറച്ചു നേരം പോയി പഠിക്കാം, കാരണം ഞാൻ കുറച്ചധികം നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും മെഡിസിൻ തന്നെ പഠിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. കുറച്ച് പോർഷൻസ് എനിക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അപ്പൊ അത് ഞാൻ പഠിക്കട്ടെ. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഡിന്നർ കഴിക്കാമെന്ന് വെച്ചു. ഇന്ന് വലുതായിട്ട് കാര്യമായിട്ടൊന്നും കഴിക്കാൻ വേണ്ടി തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇതാണ് ഡിന്നറായിട്ട് കഴിച്ചത്. അതിനുശേഷം പോയി ഫ്രഷ് ആയതിനു ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ലിപ് ബാം ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു. സംഭവം കഴിഞ്ഞിട്ട് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ കഴിഞ്ഞു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം വെറുതെ ഇരുന്നു. അതിനുശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത് സർജറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, സർജറി നോട്ട് എഴുതി പഠിക്കുന്നതാണ് എനിക്ക് ചേരുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ നോട്ട് എഴുതാമെന്ന് ഓർത്തു. അതായത് സർജറിയിൽ ബ്രസ്റ്റിൻ്റെ ടോപ്പിക്കിൽ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, 6 വീഡിയോസ് ഉണ്ടായിരുന്നു. വീഡിയോസ് കണ്ടു. ഇനി വീഡിയോസ് കണ്ടതിന് ശേഷം ഇനി നോട്ട്സ് എഴുതാം. അതാകുമ്പോൾ നമുക്ക് നോട്ട്സ് എഴുതുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കി എഴുതാനും, അപ്പോൾ അതൊരു റിവിഷൻ പോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തു നോട്ട്സ് എഴുതാൻ അതായിരിക്കും നല്ലതെന്ന്. അപ്പം അതിന് വേണ്ടി നോട്ട്സ് എഴുതാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ മാരോയിലെ നോട്ട്സും പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത്
മെയിനായിട്ടും SRB എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് സർജറിയുടെ. പിന്നെ ചില ടോപ്പിക്സ്, അതായത് ബ്രസ്റ്റ്, തൈറോയിഡ്, വെരിക്കോസ് വെയിൻ, അങ്ങനത്തെ ചില ടോപ്പിക്സ് ഉണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ബുക്കായിട്ടുള്ള ബെയിലി തന്നെ നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഈ 3 കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതാ സമയം 11 മണിയായി. അപ്പോഴേക്കും ഇന്നത്തെ പഠിത്തം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വലിയ രീതിയിൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ടൊന്നും തോന്നിയില്ല. സാധാരണ കുറച്ചേരം ഇരുന്ന് പഠിക്കുമ്പോൾ തന്നെ മടുക്കാറുണ്ട്. ഇന്ന് എന്തോ നല്ല മൊത്തത്തിൽ ഒരു ഹാപ്പി മൂഡായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കേണ്ടതും എഴുതേണ്ടതൊക്കെ കാര്യം സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ കിടന്ന് ഉറങ്ങണം, കാരണം രാവിലെ എഴുന്നേൽക്കാനുള്ളതാണ്. ഇന്നലെ ലേറ്റായി കിടന്നുകൊണ്ടാണ് ഞാൻ രാവിലെ ഒരു 4:30 4:15 ആയപ്പോഴേക്കും ഇന്ന് രാവിലെ എഴുന്നേറ്റത്. ഇന്നൊരു 11 മണി ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു 5:30 ആകുമ്പോഴേ എഴുന്നേൽക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പം അലാറവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്നാ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.